മഹാനായ അബ്ദുൽ മലിക് ബിൻ ഖരീബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു പെണ്ണിനോട് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ഒരു ആഗ്രഹം തോന്നി, അവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് ഇങ്ങോട്ട് പറഞ്ഞു, കല്യാണം വേണ്ട, പക്ഷെ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ആവാം എന്നൊക്കെ. അങ്ങനെയാണ് അബ്ദുൽ മലിക് ബിൻ ഖരീബ് അദ്ദേഹം ആ അനുഭവം പറയാൻ. ആ പെണ്ണിനോട് കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അവള് പറഞ്ഞു, കല്യാണം വേണ്ട, നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ആവാം. അദ്ദേഹം പറഞ്ഞു, വേണ്ട എങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒന്ന് തുറന്ന് പറയാനുള്ള ആർജവം നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ പിന്നെ അവളുടെ മനസ്സിലൊരു ആഗ്രഹം തോന്നി, ഈ ചെറുപ്പക്കാരൻ തിരക്കേടില്ലല്ലോ, അവനെ ഒരു പുതിയാപ്പിളയായി ഒരു ഭർത്താവായി ജീവിതത്തിലേക്ക് സ്വീകരിക്കാമെന്ന് അവൾക്ക് തോന്നി. പിന്നീട് അങ്ങനെ അവൾ ചോദിച്ചു, കല്യാണം കഴിക്കല്ലേ, ഞാനതിന് റെഡിയാണ്. അദ്ദേഹം പറഞ്ഞു, ലാ വല്ലാഹ് ലാ ഹാജത ലീ ബിമൻ ദഅഉതുഹാ ഇലാ തഅത്തില്ലാഹ് വദഅത്നി ഇലാ മഅസിയതിഹി. ഞാൻ ഏതൊരു പെണ്ണിനെ അല്ലാഹുവിനെ അനുസരിക്കാൻ വിളിച്ചുവോ ആ നേരത്തെ എനിക്ക് ഉത്തരം നൽകാതെ അല്ലാഹുവിനെ അനുസരിക്കാൻ വേണ്ടി പറഞ്ഞ് നിക്കാഹിലൂടെ ഒരു കുടുംബ ബന്ധം ആവശ്യപ്പെട്ടപ്പോൾ അത് വേണ്ടെന്ന് പറയുകയും വ്യഭിചാരമാകാമെന്ന് സമ്മതിക്കുകയും ചെയ്ത ഒരു പെണ്ണ് അല്ലാഹുവിനെ തിന്മ ചെയ്യാൻ എന്നെ വിളിക്കുകയും ചെയ്ത, നന്മയിലേക്ക് വിളിച്ചപ്പോൾ ഇല്ലെന്ന് പറയുകയും തിന്മ ചെയ്യാൻ എന്നെ വിളിക്കുകയും ചെയ്ത ഒരു പെണ്ണിനെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഭാര്യയായി വേണ്ട എന്ന് തീരുമാനിച്ച ഒരു മഹാന്റെ ചരിത്രമാണ് മഹാനായ അബ്ദുൽ മലിക് ഇബ്നു റഖീബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. ലാ ഹാജത ലീ ഫീഹാ, എനിക്കത് വേണ്ട, ഹലാലുണ്ടെങ്കിൽ മതി, ഹലാലാണെങ്കിൽ മതി, അല്ലാഹു അനുവദിക്കുന്ന ബന്ധങ്ങൾ മതി.